സാറും പറഞ്ഞത്. നമുക്ക് വിശ്വസിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം, പരിഹാരങ്ങൾ ഉണ്ടാകണം. ഈ പള്ളിക്കും കേസുണ്ട്. എന്തിൻ്റെ പേരിലാന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. 74 ശേഷം ഇവിടെയുള്ള ആളുകൾ തുടങ്ങിയ പള്ളിയാണ്. അതിൻ്റെ പേരിലും കേസ് കൊടുത്തിട്ടുണ്ട്. ഈ പള്ളിയും സുപ്രീം കോടതിയിൽ പോയിരിക്കുകയാണ്, പോലീസ് പ്രൊട്ടക്ഷൻ കൊടുത്ത് പിടിച്ചു കൊടുക്കണമെന്നും പറഞ്ഞു. ഈ കഴിഞ്ഞ ദിവസം ദേവലോകത്തെ ബാവായുടെ വിഭാഗം, ആ സഭ ഒരു ഇടവകയുടെ ഒരു ലിസ്റ്റ് ഇറക്കുകയുണ്ടായി. അപ്പം ഞാനത് സാഗൂതം വായിച്ചു. അപ്പോൾ അവരുടെ കയ്യിൽ 10,000 പള്ളികളുണ്ട്. നമ്മളുടെ ഒരു 350 സംതിങ് അങ്ങനെ പള്ളികൾ. അതിൽ അവർ ഈ 2017 ശേഷം പിടിച്ചെടുത്ത പള്ളികൾ, 2017 മുമ്പ് 74 ശേഷം പിടിച്ചെടുത്ത പള്ളികൾ, അതെല്ലാം ഇങ്ങനെ ടിക്ക് ബ്ലൂ ലൈറ്റ് ടിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനടിയിൽ കുറേ പള്ളികളുടെ പേര് ചുവന്ന മഷി കൊണ്ട് എഴുതി വെച്ചിരിക്കുകയാണ്. ആ ചുവന്ന മഷി എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്നതും അവരുടെ കൈവശമാക്കാനായിട്ട് ശ്രമിക്കുന്നതുമായ പള്ളികളാണ്. ആ പള്ളികളിൽ 90%-അധികവും 100% വരെ യാക്കോബായ സുറിയാനി സഭയിലെ വിശ്വാസികൾ മാത്രമാണ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യവും സത്യവും. ഈ സത്യത്തിൽ നിന്നും യാഥാർത്ഥ്യത്തിൽ നിന്നുമൊക്കെ പിന്നോട്ട് പോകുന്നത് ഒരിക്കലും ശരിയായ നടപടിയല്ല. മാറി ചിന്തിക്കേണ്ട ഒരു കാലമാണ്. എന്തെല്ലാം മാറ്റങ്ങളാണ് ഈ ലോകത്തിൽ സംഭവിച്ചിട്ടുള്ളത്, എന്തെല്ലാം ദുരന്തങ്ങളുടെ മുഖങ്ങളിലൂടെയാണ് നമ്മൾ പോയിട്ടുള്ളത്. അവിടെയൊന്നും മതത്തിൻ്റെയോ അല്ലെങ്കിൽ വിഭാഗീയതയുടെയോ അല്ലെങ്കിൽ ഈ ഡിവിഷൻ്റെയോ അല്ലെങ്കിൽ ഡിനോമിനേഷൻ്റെയോ ഒന്നും പേരിലോ ഒന്നുമല്ല. നമ്മൾ അതിനെല്ലാം അതീതരാണ്. നമ്മളെല്ലാം മനുഷ്യരാണ്. അവ മനുഷ്യത്വം മരവിച്ച ക്രിസ്തു സുവിശേഷം ഇരടടഞ്ഞ അധ്യായമായി മാറിപ്പോകുന്ന വാക്കുകളും ചിന്തകളും പ്രവർത്തനങ്ങളും ഒന്നും ഒരു ക്രിസ്തീയ സഭയ്ക്ക് ഭൂഷണമല്ല. അതുകൊണ്ടാണ് ഞാൻ പറയാറുണ്ട്, വി നീഡ് ടു ഹാവ് എ പാരഡൈം ഷിഫ്റ്റ്. ഒരു പാരഡൈം ഷിഫ്റ്റ്, മാതൃകാ വ്യതിയാനം നമുക്ക് ആവശ്യമാണ്. ഈ ഒരു മാതൃകാ വ്യതിയാനത്തിന് വേണ്ടി നിരന്തരമായ പ്രാർത്ഥനയാണ്, പ്രവർത്തനമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് പറയുന്തോറും കൂടുതൽ കേസുകളിലൂടെ നമ്മളെ കൂടുതൽ പ്രയാസപ്പെടുത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു ദൈവം വലിയവനാണ്. നമ്മളൊക്കെ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിലും ദൈവത്തിലും ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുന്നവരാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ദൈവം, നമ്മുടെ കർത്താവ്, ഒരു രക്ഷകൻ എന്നുള്ള നിലയിൽ നമുക്ക് ഒരു പരിഹാരം ഉണ്ടാക്കി തരും. അതിൽ നമ്മൾ അദ്ദേഹത്തിന്റെ ഉപകരണമായി നിന്നു കൊടുക്കാനായിട്ടുള്ള മനസ്സുണ്ടാവണം. ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ അഭ്യർത്ഥിക്കുന്നു നിങ്ങളോട്, നിങ്ങളുടെ പ്രാർത്ഥന എനിക്കുണ്ടാകണം. എന്നെ വിശ്വസിച്ചിരിക്കുന്ന ഒരു ദൗത്യമുണ്ട്. ഇവിടുത്തെ പരിശുദ്ധ അപ്പോസ്തോലിക സിംഹാസനം, പരിശുദ്ധ പത്രോസിന്റെ സിംഹാസനത്തിന്റെ ആരൂഢനായ പരിശുദ്ധ പാത്രിയർക്കീസ് ബാവായുടെ അനുഗ്രഹീതമായ നേതൃത്വത്തിന് കീഴിൽ ഈ പരിശുദ്ധ സഭ ആകമാന സുറിയാനി